അടുത്തൊരു ഗ്രാമത്തിൽ ദരിദ്രരായ ഒരു കർഷക കുടുംബം താമസിച്ചിരുന്നു. രാഘവൻ എന്നായിരുന്നു കർഷകന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് രാധ എന്നുമായിരുന്നു. കഠിനാധ്വാനികളായ ഇവർ പകൽ അന്തിയോളം പണിയെടുത്തിരുന്നെങ്കിലും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അവരുടെ ജീവിതം. ചേട്ടാ, ഇന്ന് വൈകുന്നേരത്തേന് കഴിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. രാധേ, ഞാൻ ചന്ത വരെ ഒന്ന് പോയി നോക്കട്ടെ. ആ രഘുവിന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കടം മേടിക്കാം. അതിന് ഇപ്പോൾ തന്നെ രഘുവിന് ഒത്തിരി പണം കൊടുക്കാനുണ്ട്. പിന്നെങ്ങനെയാണ് വീണ്ടും സാധനം കടം വാങ്ങുന്നത്? അത് മാത്രവുമല്ല, നമ്മൾ കൊടുക്കുവാനുള്ള പണത്തിന് അയാൾ പലിശയും കൂട്ടുപലിശയും ഈടാക്കുന്നുണ്ട്. എല്ലാം എനിക്കറിയാം രാധേ. പിന്നെ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുക? ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് രാഘവൻ രഘുവിന്റെ കട ലക്ഷ്യമാക്കി നടന്നു. ചേട്ടാ, വീട്ടിലെ സാധനങ്ങൾ ഒന്നും തന്നെയില്ല. ചേട്ടൻ ദയവായി കുറച്ചരി നടണം. എൻ്റെ കൃഷിയിൽ ലഭിക്കുന്ന ആദ്യ വരുമാനം തന്നെ ചേട്ടന് നൽകി ഞാൻ തടാൻ വീട്ടിക്കൊള്ളാം. ഞാൻ നിനക്ക് അരി നൽകാം. പക്ഷേ നീ നൽകാനുള്ള തുക ഒത്തിരിയായാൽ ഞാൻ നിന്റെ വീടങ്ങെടുക്കും. പിന്നെ രാഘവോ, ഈ രഘു ദുഷ്ടനാണെന്നൊന്നും എന്നെ പറഞ്ഞേക്കല്ലേ കേട്ടോ. ഇല്ല ചേട്ടാ, അതിനിടയിലൊരുക്കില്ല. അടുത്ത മാസം തന്നെ ഞാൻ നൽകാനുള്ള പണം മുഴുവൻ നൽകിക്കൊള്ളാം. എങ്കിൽ നിനക്ക് കൊള്ളാം. രഘു കുറച്ച് അരിയും സാധനങ്ങളും രാഘവന് നൽകി. വിഷമത്തോടെ സാധനങ്ങൾ വാങ്ങി രാഘവൻ വീട്ടിലേക്ക് നടന്നു. എങ്ങനെ ഞാൻ കുറച്ച് പണം രഘുചേട്ടന് നൽകാം? ആ ദുഷ്ടന് നമ്മുടെ വീട്ടിൽ ഒരു കണ്ണുണ്ട്. നമ്മൾ പണം നൽകിയില്ലെങ്കിൽ നമ്മുടെ വീട് അറിയാണ്ടെടുക്കും. ചേട്ടൻ വിഷമിക്കാതെ, തോട്ടത്തിലെ കുറച്ചു കുലകൾ ഉടനെ തന്നെ വിളഞ്ഞു പാകമാകും. നമുക്കത് വിറ്റ് കുറച്ച് പണം ചേട്ടന് നൽകാം. അടുത്ത ദിവസം രാഘവനും രാധയും പറമ്പിൽ പണി ചെയ്യുമ്പോഴാണ് രഘു ആ വഴി വന്നത്. രഘു രാഘവന്റെ പറമ്പിലെ വിളഞ്ഞ കുലകൾ കണ്ട് മനസ്സിൽ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പണിയെടുത്താൽ ഉടനെ തന്നെ എൻ്റെ കട മുഴുവൻ വീട്ടു. എന്തെങ്കിലും ഉടനെ ചെയ്യണം. രഘു ഒന്നും മിണ്ടാതെ കടയിലേക്ക് പോയി. തിരികെ തന്റെ കടയിലെത്തിയ രഘു ചിന്തിക്കുവാൻ തുടങ്ങി. രഘുവിന്റെ മനസ്സിൽ രാഘവന്റെ ആ വിളഞ്ഞ കുലകൾ മിന്നി തിളങ്ങി. ഇന്ന് രാത്രി തന്നെ ആ കുലകൾ കുറച്ച് വെട്ടണം. നേരം സന്ധ്യയായി. രഘു നേരത്തെ തീരുമാനമെടുത്ത പോലെ തന്നെ രാഘവന്റെ പറമ്പിലെത്തി ഒട്ടും താമസിക്കാതെ തന്നെ വിളഞ്ഞ കുലകൾ വെട്ടി യാത്രയായി. നേരം വെളുത്തു. ഇതൊന്നും അറിയാതെ പാടത്ത് പതിവ് പണിക്ക് വന്ന രാഘവനും രാധയും ഇത് കണ്ട് ഒത്തിരി സങ്കടപ്പെട്ടു. രാധേ, മീക്കറിയാതെ
ചേട്ടാ, നമുക്ക് ഈ ഗതി വന്നല്ലോ. ഇനി ആ രഘുചേട്ടനോട് എന്തു പറയും നമ്മൾ? എല്ലാം ശരിയാവും ഗാബി, നീ വിഷമിക്കേണ്ട. ഇനിയും കുറച്ച് കൊല കൂടി ഉണ്ടെന്നും അത് നമുക്ക് നാളെ തന്നെ ചന്തയിൽ വിൽക്കാം. അടുത്ത ദിവസം നേരം പുലർന്ന് പാടത്തെത്തിയ രാഘവനും രാധയ്ക്കും ഒത്തിരി വിഷമമായി. ചേട്ടാ, നമുക്ക് മാത്രം എന്താ ഇങ്ങനെ? വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നു. ഇന്ന് കുല വിറ്റ് കിട്ടുന്ന കാശിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് ഞാൻ കരുതിയതാണ്. ഇനി എന്താ ചെയ്യുക? യാതെ നീ വിഷമിക്കാതെ. ഞാൻ ആ രഘുചേട്ടനെ ഒന്ന് കണ്ടിട്ട് എൻ പേരും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് രാഘവൻ രഘുവിന്റെ കട ലക്ഷ്യമാക്കി നടന്നു. രഘുവിന്റെ കടയ്ക്ക് മുന്നിലെത്തിയ രാഘവൻ കണ്ടത് കടയിൽ നിറയെ നല്ല പഴുത്ത പഴക്കുലകൾ തൂക്കിയിട്ടിരിക്കുന്നു. ഇവ എന്റെ പറമ്പിലെ കളവ് പോയ കുല പോലെയുണ്ടല്ലോ. കണ്ടിട്ടെന്തോ പന്തികേടുണ്ട്. എന്തായാലും ഒരു സൂത്രം ചെയ്തു നോക്കാം. രവിചേട്ടാ, ഞാൻ ആകെ കഷ്ടത്തിലാണ്. എന്റെ രഘുവേ, നീ എന്നാ കഷ്ടത്തിലല്ലാത്തത്? ചേക്കാ, എന്റെ പറമ്പില് പഴുത്ത കുലകൾ മുഴുവൻ ഏതോ ഒരു തള്ളാൻ കട്ടുകൊണ്ടുപോയി. രഘുവേ, നീ കള്ളം പറയാതെ. സാധനം വാങ്ങാൻ പണമില്ലെങ്കിൽ അത് പറ. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞ സത്യമാണ്. പക്ഷേ ആ കമ്മൻ ഇനി അധിക സമയം ജീവിച്ചിരിക്കില്ല. അതെന്താ രാഘവ നീ അങ്ങനെ പറഞ്ഞത്? ഇന്നലെ കളവ് പോയ കുലവരൻ ഞാൻ വൃക്ഷം കുത്തി വച്ചിരുന്നു. എന്തറിയാലും വൈകുന്നേരത്തിനുള്ളിൽ മറുമരുന്ന് രഴിച്ചില്ലെങ്കിൽ കമ്മന്റെ കാര്യം പോക്കാം എന്ന് പറഞ്ഞ് രാഘവൻ വീട്ടിലേക്ക് നടന്നു. സാധനം ഒന്നും കിട്ടിയില്ലേ? രാഘവൻ താൻ കണ്ട കാര്യങ്ങൾ രാധയോട് പറഞ്ഞു. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു വിളി കേട്ടത്. രാഘവോ, രാഘവ, രാഘവോ, രാഘവ. ആ രഘുചേട്ടാ, എന്താ ഇവിടെ? രാഘവ, നീ ക്ഷമിക്കണം. നിന്റെ പറമ്പിലെ കുലകളെല്ലാം വെട്ടിയെടുത്ത ആ കള്ളൻ ഞാനാണ്. നീ ദയവ് തോന്നി എന്നെ കൊല്ലരുത്. എനിക്ക് നീ അമർമരുന്ന് നൽകണം. എന്റെ രഘുചേട്ടാ, എന്റെ കുലകളെല്ലാം ചേട്ടൻ വെക്കാതെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ നടന്നത് ചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാനെടുത്തൊരു സൂത്രമാണെങ്കിൽ. ഇത് കേട്ടതും രഘു ചെയ്ത തെറ്റ് മനസ്സിലാക്കി. രാഘവ, ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിക്കൂ രാഘവ. രഘുചേട്ടാ, ചേട്ടൻ 2 തവണ കുലകൾ കൊട്ടോണ്ട് പോയപ്പോൾ എനിക്ക് ചേട്ടനോട് ഒരുപാട് ദേഷ്യം തോന്നി. 2 തവണയോ? രാഘവ, നിന്റെ കുലത ഞാൻ ആകെ 1 തവണയാണ് മോഷിച്ചത്. ചേട്ടൻ വീണ്ടും എന്നോട് കളവ് പറയുകയാണോ? ഒരിക്കലും അതെ രാഘവ, ഞാൻ നിന്നോട് സത്യമാണ് പറഞ്ഞത്. രഘുചേട്ടാ, അപ്പോൾ കുലത മോഷിച്ച് കള്ളലാലാണോ? ദേവവും ഗ്യാദവനും മുഖത്തോടെ മുതൽ നോക്കി ഒന്നും അറിയാതെ കുറച്ചു നേരം നിന്നു.
അങ്ങനെ വിടാൻ പറ്റില്ല. എന്നെ കള്ളനാക്കി അവൻ അങ്ങനെ രക്ഷപ്പെടണ്ട. രാഘവ, ഇന്ന് രാത്രി നമുക്ക് പറമ്പിൽ പതുങ്ങിയിരിക്കാം. ബാക്കി കുലകൾ വെട്ടാൻ അവൻ എന്തായാലും എത്താതിരിക്കില്ല. അങ്ങനെ പ്രിസവും ഗ്യാഗോരും കഹനെ പിടിക്കാൻ തീരുമാനിച്ചു. ചേടാ, ഇവന്മാരിപ്പോൾ അമ്മഴും മച്ചമ്പിയായല്ലോ. ഇനി കുലകൾ മോഷ്ടിക്കുന്നത് സൂക്ഷിക്കണം. നേരം ഫ്രംപിയായി. പ്രിസവും ഗ്യാഗോനും കഹനെ പിടിക്കുവാൻ തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിലെത്തിയ അവർ കഹനെ പിടിക്കുവാനായി പതുങ്ങിയിരുന്നു. സമയം കടന്നുപോയി. കള്ളൻ ഗോപാലൻ കുലകൾ വെട്ടാൻ രാഘവന്റെ പറമ്പിലെത്തി. ഇതാ രഘുവിൻ്റെ സൈക്കിൾ തന്നെ. അവന്മാരെന്നെ കൊടുക്കുവാനുള്ള പരിപാടിയാണ്. അവന്മാർക്കൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. നമ്മുടെ സൈക്കിൾ കാണുന്നില്ല രവിച്ചേട്ടാ. പാതരം കേപ്പിങ് ഒരു കുറിപ്പാണ്. രാഘവ, നീ അത് വായിച്ചേ. മനോഹരമായ സൈക്കിൾ എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ. ഈശ്വര, ചതിച്ചല്ലോ.